ശ്രീനാരായണ ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ ശിരസ് സ്പർശിച്ച് പ്രണമിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച ഓരോ വ്യക്തിയോടും ഈ ക്ലാസ് കേൾക്കാൻ വന്ന എല്ലാവരോടും നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ സംതൃപ്തി അറിയിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. യജ്ഞവൽക്യ മഹർഷി വേദം മുഴുവനും പഠിച്ച ഒരു ശിഷ്യനെ അടുത്ത് വിളിച്ചു വരുത്തി, നീ ഋഗ്വേദത്തില് മഹാപണ്ഡിതനാണ്, വളരെ ഉയർന്നവനാണ് എന്ന് എനിക്കറിയാം, നിനക്കുമറിയാം. നിന്നോട് ഞാനൊരു സംശയം ചോദിക്കുന്നു. ഋഗ്വേദത്തിന്റെ സന്ദേശം എന്താണ്? 1,93,516 വാക്കുകളുള്ള 11,525 ഋക്കുകളുള്ള മന്ത്രങ്ങളുള്ള ഋഗ്വേദത്തിന്റെ സന്ദേശം എന്താണ്? ശിഷ്യൻ മറുപടി പറഞ്ഞു. പല പല മന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതെല്ലാം കേട്ട യജ്ഞവൽക്യ മഹർഷി അടുത്തതെന്ത് എന്നാ ചോദിച്ചത്. അവസാനം കുറേ മറുപടികളും ഉത്തരങ്ങളും പറഞ്ഞതിന് ശേഷം യജ്ഞവൽക്യ മഹർഷി തിരിച്ചു പറഞ്ഞു, ഋഗ്വേദത്തിന്റെ സന്ദേശം നീ പറഞ്ഞതൊന്നുമല്ല, പ്രജ്ഞാനം ബ്രഹ്മ. 2 വാക്ക്. ഋഗ്വേദത്തിന്റെ സന്ദേശം പ്രജ്ഞാനം ബ്രഹ്മ. അർത്ഥം എന്താണ്? സർവചരാചരങ്ങളിലും അന്തർലീനമായിരിക്കുന്ന ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമുണ്ട്. ഗ്ലോറിയസ് ജ്ഞാനം, അറിവ്. പ്രജ്ഞാനം, ഗ്ലോറിയസ് നോളജ്. അതിന് മോഡേൺ സയൻസും നമ്മുടെ പൂർവികരും ഒരേ വാക്കുപയോഗിച്ചു, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. പ്രജ്ഞാനവും സ്വബോധവും അത് സർവചരാചരങ്ങളിലുമുണ്ടെന്ന ഒരു സന്ദേശമാണ് ഋഗ്വേദം നൽകുന്നത്. യജുർവേദത്തിലെ 40 അധ്യായങ്ങൾ മുഴുവനും പഠിച്ചു വന്ന ശിഷ്യനോട് ഗുരു ചോദിച്ചു, നീ എന്തു പഠിച്ചു? പല ഉത്തരവും പറഞ്ഞതിന് ശേഷം ഗുരു തിരിച്ചു പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം യഥാർത്ഥ ഉത്തരത്തിന്റെ അടുത്തേക്കേ വരുന്നുള്ളൂ, യഥാർത്ഥ ഉത്തരമായില്ല. അതുകൊണ്ട് യജുർവേദത്തിന്റെ സന്ദേശം അഹം ബ്രഹ്മാസ്മി, I am the manifestation and I am the manipulation of the divine power. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെയും പ്രസാരകൻ, അത് വഹിക്കുന്നവൻ. എന്റെ ശരീരം നിലനിൽക്കുന്നത് ഈ ജഗദീശ്വരന്റെ ചൈതന്യം അതിനകത്തുള്ളത് കൊണ്ടാണ്. ഞാൻ തന്നെ അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും. സാമവേദം പഠിച്ച ശിഷ്യനോട് ചോദിച്ച ചോദ്യത്തിന് കൃത്യം ഉത്തരം പറയാതെ വന്നപ്പോൾ പറഞ്ഞു, തത്വമസി. തത്ത് അത്, ത്വം നീയ, അസി ശ്വേതകേതോ. ശ്വേതകേതുവിനോടാ പറഞ്ഞ
ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് നീയും. ഞാനും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം, നീയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം. നമ്മളിൽ രണ്ടുപേരിലും ഇരിക്കുന്നത്, ഓരോ കോശത്തിലും ഇരിക്കുന്നത് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, പ്രജ്ഞാനം. അതേത് രൂപത്തിൽ എന്നിലും നിന്നിലും നമ്മളിലും ഇരിക്കുന്നു? അഥർവവേദ സന്ദേശം പറയുന്നു, അയം ആത്മാ ബ്രഹ്മ. ജീവാത്മാവിന്റെ രൂപത്തിൽ എന്നിലും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളിലും. ഒന്നും കൂടി ആവർത്തിക്കാം. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില്, 4 ലക്ഷം തരത്തിലുള്ള വൃക്ഷങ്ങളില്, 80,000 തരത്തിലുള്ള 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളില്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷത്തോളം വരുന്ന അതിസൂക്ഷ്മങ്ങളായ ബാക്ടീരിയയിലും ഈസ്റ്റിലും വൈറസിലും നിലനിൽക്കുന്ന ചൈതന്യം ഒന്നു തന്നെ. അയം ആത്മാ ബ്രഹ്മ. ഇത് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ശ്രീനാരായണ ഗുരുദേവന്റെ ഏത് രചനയിലൂടെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും ഈ 4 വേദങ്ങളുടെ 4 ശിഷ്യന്മാര് ഉത്തരം കൊടുത്തതുപോലെ നമ്മളെല്ലാം പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് കൊടുക്കാറുള്ളത്. ഞാൻ നിങ്ങൾ എന്ന പദമല്ല ഉപയോഗിച്ചത്, നമ്മൾ. ഞാനും അതിനകത്തുണ്ട്, ഞാൻ പുറത്തും നിങ്ങളകത്തുമല്ല. നമ്മൾ കൊടുക്കുന്ന ഉത്തരം പലതരത്തിലുള്ളതാണ്. അതെല്ലാം ഉത്തരങ്ങളുടെ അടുത്തു വരുന്ന ഉത്തരങ്ങളാണ്, അടുത്തേ വരുന്നുള്ളൂ. അപ്പൊ യഥാർത്ഥ മറുപടി, യഥാർത്ഥ ഉത്തരം, യഥാർത്ഥ ആൻസർ എന്താണ്? ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയത് ഭാരതീയ സന്ദേശങ്ങളില് അങ്ങേറ്റം മുതൽ കാലയെല്ലാം എടുത്തോ, കൃതയുഗത്തില് യുഗാചാര്യൻ. ഞാൻ വളരെ ഡീപ്പായിട്ടാ പോകുന്നത്. 3 പേര് കോട്ടുവായ വിട്ടാൽ ഞാൻ ആ സ്റ്റാൻഡേർഡ് അങ്ങ് താഴ്ത്തും. എന്താ അങ്ങനെ കാരണം? 23 ക്ലാസ് കഴിഞ്ഞവരാ നിങ്ങള്. പിന്നെ സുരേന്ദ്രൻ ചേട്ടനും എന്നോട് പറഞ്ഞു അങ്ങ് ഡീപ്പായിട്ട് പൊക്കോളാൻ. ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരികയാണ്. യുഗത്തില് ആർക്ക് സംശയം വന്നാലും ആ സംശയത്തിൽ അവസാന വാക്ക് പറയാൻ പറ്റുന്ന ആചാര്യന്റെ പേരുണ്ട് സത്യാചാര്യൻ. കൃതയുഗത്തില് ആർക്കെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും സത്യാചാര്യന്റെ അഭിപ്രായമാണ് അവസാനത്തേത്. ത്രേതായുഗത്തില് വസിഷ്ഠന്റെ അഭിപ്രായമാണ് അവസാനത്തേത്. ദ്വാപരയുഗത്തില് വ്യാസന്റെ അഭിപ്രായമാണ് അവസാനത്തേത്. കലിയുഗത്തില് ശങ്കരാചാര്യരുടെ അഭിപ്രായമാണ് അവസാനത്തേത്. ആ ശങ്കരാചാര്യരും ആ വേദവ്യാസനും ആ വസിഷ്ഠനും ആ സത്യാചാര്യരും സത്യം ധർമ്മം നീതിന്യായം, സത്യം ധർമ്മം നീതിന്യായം, ഇതിന്റെ എല്ലാം സന്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സത്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒന്നുകൂടി ആവർത്തിക്കാം. സത്യാചാര്യൻ, വസിഷ്ഠാചാര്യൻ, വ്യാസാചാര്യൻ, ശങ്കരാചാര്യൻ, ഇവര് 4 പേരും അതാത് യുഗാചാര്യന്മാര് അവര് നൽകിയ ഉത്തരം സത്യം ധർമ്മം നീതി ന്യായത്തിന്റെ അടിസ്ഥാനത്തില്. അതില് സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്. സത്യം എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, സത്യം എന്ന് പറഞ്ഞാൽ ഫാക്ട്, സത്യം എന്ന് പറഞ്ഞാൽ എസൻസ്. ഒന്നുകൂടി പറയാം. ട്രൂത്ത് എന്നുള്ളത് ഇംഗ്ലീഷില്, സത്യമാണ്. ഫാക്ട്
എന്ന് പറഞ്ഞാൽ വസ്തുതകള്. എസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ സത്ത. അയാള് പറഞ്ഞതിന്റെ സത്ത് എന്താണ്? നാരങ്ങ പിഴിയുമ്പോ കിട്ടുന്നത് എന്താണ്? മുന്തിരി പിഴിയുമ്പോ കിട്ടുന്നത് എന്താണ്? മുന്തിരിയുടെ സത്ത്. നാരങ്ങ പിഴിയുമ്പോ കിട്ടുന്നത് നാരങ്ങയുടെ സത്ത്. അപ്പൊ യഥാർത്ഥത്തില് എസൻസ് എന്താണോ, ഫാക്ട് എന്താണോ, ട്രൂത്ത് എന്താണോ, അതാണ് സത്യം. ശ്രീനാരായണ ഗുരുദേവനും ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത് എന്താണെന്നൊരു ചോദ്യത്തിന് ഒറ്റ ഉത്തരം. നേരത്തെ ഞാൻ 4 മറുപടി പറഞ്ഞല്ലോ ഇല്ലേ? ഋഗ്വേദത്തിന് പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദത്തിന് അഹം ബ്രഹ്മാസ്മി, സാമവേദത്തിന് തത്വമസി, അഥർവവേദത്തിന് അയമാത്മാ ബ്രഹ്മ. അതീ സ്റ്റാൻഡേർഡില് ലെവലില് നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സത്യം ബ്രഹ്മ. ഒറ്റ വരി 2 വാക്ക്. ഈ പ്രപഞ്ചത്തില്, ഈ സമൂഹത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തിയില്, പ്രപഞ്ചം, രാഷ്ട്രം, സമൂഹം, കുടുംബം, വ്യക്തി, വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഈ പ്രപഞ്ചത്തില് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്. സസ്റ്റൈനബിൾ ശാശ്വതമായി നിലനിൽക്കുന്നത്, പെർമനന്റ് സ്ഥിരമായിട്ടുള്ളത്. സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ശാശ്വതമായിട്ടുള്ളതും സ്ഥിരമായിട്ടുള്ളതുമായ സത്യത്തെക്കുറിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളുടെ മുമ്പില് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സത്യം പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് ഞാനും നിങ്ങളും അറിയണം. സത്യം പല രീതിയിൽ വ്യാഖ്യാനിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിവിടെ വന്നപ്പോ നിങ്ങളോട് എല്ലാവരോടും വിവരിച്ചതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു റോസാപുഷ്പം നിങ്ങളുടെ കയ്യിൽ തന്നാൽ അതിനെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞാൽ ഒരു പൂക്കച്ചവടക്കാരൻ, ഒരു ഫ്ലവർ മർച്ചന്റ് ആ റോസാപ്പൂവിനെ വിവരിക്കുന്നത് ഒരു രീതിയിലായിരിക്കും. ഒരു നല്ല പൂജാരി റോസാപ്പൂവിനെ കുറിച്ച് വിവരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ഒരു 18, 19, 20 വയസ്സായിട്ടുള്ള പെൺകുട്ടിയുടെ കയ്യിൽ അതേ റോസാപ്പൂ കൊടുത്താൽ വിവരിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. മഹാകവി കുമാരനാശാനെ പോലെയുള്ളവരുടെ കയ്യിൽ ആ റോസാപ്പൂ കൊടുത്താൽ വിവരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അതേപോലെ നല്ല ഒരു കെമിസ്ട്രി പഠിച്ച വ്യക്തിയുടെ കയ്യിൽ റോസാപ്പൂ കൊടുത്താൽ അങ്ങേര് വിവരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ബോട്ടണി പഠിച്ച വ്യക്തി വിവരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ഇതൊന്നും തന്നെ കോൺട്രഡിക്ടറി അല്ല, പരസ്പരം ഓപ്പോസിറ്റ് അല്ല, എല്ലാം കോംപ്ലിമെന്ററിയാണ്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒന്നും പരസ്പര വിരുദ്ധമല്ല. ഒരേ കാര്യത്തെക്കുറിച്ചുള്ള പല പല രീതിയിലുള്ള വിവരണങ്ങളാണ്. എല്ലാം വിവരിച്ചാലും യഥാർത്ഥ റോസാപ്പൂവിന്റെ വിവരണം പൂർണ്ണമാവില്ല. എല്ലാവരും വിവരിച്ചാലും യഥാർത്ഥ റോസാപ്പൂവിന്റെ വിവരണം പൂർണ്ണമാവില്ല. എന്താ കാരണം? ചില വീട്ടമ്മമാര് റോസാപ്പൂ ഉപയോഗിച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴോ ഈ പറഞ്ഞതെല്ലാം അവിടെ നിന്നു റോസാപ്പൂ ചമ്മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇത്ര നേരായിട്ട് ആരും. അപ്പൊ അതും അതിന്റെ ഭാഗമാണ്. വേറെ ചിലരെന്ത് ചെയ്യാറുണ്ട്? നേരെ ശിവന്റെ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ അല്ലെങ്കിൽ മോസ്കിലേക്കോ വെള്ളം കൊണ്ടുപോകുമ്പോ 2 റോസാപ്പൂവിന്റെ ഇതൾ അതിനകത്തിട്ടൊന്ന് കുലുക്കി ആ റോസാപ്പൂവിന്റെ ഇതൾ മാറ്റിയിട്ടാണ് അത്തറിനു പകരം കൊണ്ടുപോകുന്നത്. റോസാപ്പൂവിന്റെ വിവരണം പൂർണ്ണമായോ? ഇല്ല. അതുകൊണ്ട് ഈ ശ്രീനാരായണ ഗുരുദേവൻ, അവതാരമായ ഗുരുദേവൻ, ഈശ്വര തുല്യ ലെവലിലേക്ക് ഉയർന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ വരികള് പഠിച്ചു എന്ന് എനിക്കോ നിങ്ങൾക്കോ തോന്നിയാൽ ഉറപ്പാണ് നമ്മളെ പോലെ വിഡ്ഢിത്തരത്തിന്റെ അയൽവക്കത്തെത്തിയവര് വേറെ ആരും ഉണ്ടാവില്ല.
അതുകൊണ്ട് നമ്മൾ പഠിച്ചില്ല. നമ്മൾ എന്നും പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് അറിയലാണ് ഏറ്റവും നല്ല കാര്യം. ഏറ്റവും നല്ല കാര്യം മഹാസാഗരം പോലെയുള്ള ഭാരതീയ സംസ്കാരത്തെ ഒരു വശത്ത് വെച്ച് ഒന്നും അറിയാത്ത ഒരു ജനത മറ്റേ ഭാഗത്തും വെക്കുമ്പോൾ ഇവരെ കണക്ട് ചെയ്ത മഹാസാഗരം പോലെയുള്ള അറിവ് ഒരു വശത്തും ഒന്നും അറിയാത്ത ഒരു ജനത മറുവശത്തുമുള്ളപ്പോൾ ഇവരെ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു പാലം പോലെ നിലനിൽക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ചിന്താധാരകളും രചനകളും കർമ്മമണ്ഡലവും. അപ്പോ വളരെ ഉജ്ജ്വലമായ കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കേണ്ടത് ആർക്കാവശ്യമാണ്? മഹാസാഗരം മാതിരിയുള്ള അറിവ് അതേപോലെ ഒന്നും അറിയാത്തവന് കൊടുത്താൽ അവൻ ഒരു സംശയമില്ല, പഠിക്കില്ല, നമുക്ക് പറ്റിയതല്ല എന്ന് പറയും. അതുകൊണ്ട് അങ്ങ് താഴത്തേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ മുമ്പിൽ തന്നപ്പോൾ ഓർമ്മിക്കാം, വ്യാവഹാരിക ലോകത്തിലെ സത്യങ്ങള്, പാരമാർത്ഥിക ലോകത്തിലെ സത്യങ്ങള്, രണ്ട് വാക്കുകൾ മറക്കരുത്. വ്യാവഹാരിക ലോകം, പാരമാർത്ഥിക ലോകം. വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം, ഈ രണ്ട് വാക്കുകളുമാണ് സനാതന ധർമ്മത്തിന്റെ അടിത്തറ. നമ്മൾ പലപ്പോഴും കൂട്ടിക്കുഴച്ചിട്ടാ പറയാ, അതാ ചിലപ്പോ തെറ്റുപറ്റുന്നത്. പാരമാർത്ഥിക സത്യം എന്നുള്ളതൊന്നുണ്ട്, വ്യാവഹാരിക സത്യം എന്നുള്ളതുണ്ട്. എങ്ങനെയാ ഇത് മനസ്സിലാക്കുക? ഈ കേരളത്തിൽ സൂര്യൻ ഉദിക്കുന്നത് എത്ര മണിക്കാണ്? 6 മണി കഴിഞ്ഞ് 22 മിനിറ്റിനാണ് സൂര്യൻ ഉദിക്കുന്നത്. അത് വ്യാവഹാരിക സത്യമാണ്. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് 6-ന് ശേഷം. യഥാർത്ഥത്തിൽ സൂര്യൻ ഉദയമുണ്ടോ? യഥാർത്ഥത്തിൽ സൂര്യൻ ഉദയോ ഇല്ല, അസ്തമയോ ഇല്ല. സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നു സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. യഥാർത്ഥത്തിൽ സൂര്യൻ അനങ്ങുന്നേയില്ല, സൂര്യന് ഒരു ചലനവുമില്ല. അപ്പൊ വ്യാവഹാരിക സത്യം എന്താണ്? വ്യാവഹാരിക സത്യം, ദ ട്രൂത്ത് കണക്റ്റഡ് വിത്ത് അവർ ഡേ ടു ഡേ ലൈഫ്. നിത്യജീവിതത്തിലുള്ള കുറെ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമം വർക്ക് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ വർക്ക് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് വക്കീലന്മാർ വർക്ക് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിലെ സർവ്വകാര്യങ്ങളും നടക്കുന്നത്. വ്യാവഹാരിക സത്യത്തിന്റെ അടിസ്ഥാനത്തില്. അപ്പുറത്തുള്ളതോ പാരമാർത്ഥിക സത്യം, അത് അചഞ്ചലമായി നിൽക്കുന്നു. സൂര്യൻ ഉദയവുമില്ല, അസ്തമയവുമില്ല എന്നുള്ളത് പാരമാർത്ഥിക സത്യം എന്നുള്ളത് പോലെ ആത്മാവുമായി ബന്ധപ്പെട്ടതെല്ലാം പാരമാർത്ഥിക സത്യങ്ങളാണ്. ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ടതെല്ലാം വ്യാവഹാരിക സത്യങ്ങളാണ്. ഗുരുദേവൻ പറഞ്ഞൊരു വരി ഓർമ്മയുണ്ടോ? അവനവൻ ആത്മസുഖത്തിന്, അല്ലേ? അപ്പൊ എന്തുകൊണ്ട് ശരീരസുഖത്തിനെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് മനസ്സിന്റെ സന്തോഷത്തിനെന്ന് പറഞ്ഞില്ല? പറയാമായിരുന്നില്ലേ? പ്രാസം ഒപ്പിക്കാനൊന്നും ഗുരുദേവന് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. നല്ല അസ്സല് തമിഴും കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃതവും നല്ല മലയാളവും മൂന്നും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്ത ഗുരുദേവൻ ആത്മസുഖം എന്ന വാക്ക് എങ്ങനെയാ ഉപയോഗിച്ചത്? അതാണ് പെർമനന്റ് ആയിട്ടുള്ളത്. ശരീരം ടെമ്പററിയാ. ശരീരം ഉറങ്ങുമ്പോ മനസ്സും ഉറങ്ങി. അപ്പൊ മനസ്സ് ഉണരുക ശരീരം ഉണരുമ്പോഴാ, മനസ്സുറങ്ങുന്നത് ശരീരം ഉറങ്ങുമ്പോഴാ. ഈ ഉണർന്നിരിക്കുന്ന ശരീരത്തിലും ഉറങ്ങിയിരിക്കുന്ന ശരീരത്തിലും ഉണർന്നിരിക്കുന്നൊരു ചൈതന്യമുണ്ട്. ഉണർന്നിരിക്കുന്ന ശരീരത്തിലും ഉറങ്ങിയിരിക്കുന്ന ശരീരത്തിലും ഉണർന്നിരിക്കുന്ന ഒരു ചൈതന്യത്തെ നമ്മൾ എന്ത് പറയുന്നു? അധർമ്മവേദത്തിൽ പറഞ്ഞതുപോലെ അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത് ബ്രഹ്മാ ത്വമസി എന്ന് പറയുന്ന ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും എന്നിലുണ്ടെങ്കിൽ അതാണ് ആത്മാവെങ്കിൽ ആ ആത്മാവ് വ്യാവഹാരിക സത്യമല്ല, പാരമാർത്ഥിക സത്യം. അതുകൊണ്ട് ഗുരുദേവൻ
പറഞ്ഞിരിക്കുന്ന ഏത് വരി പഠിക്കുമ്പോഴും, ഏത് വരി, ഏത് പ്രാർത്ഥന, ഏത് രചന വ്യാഖ്യാനിക്കുമ്പോഴും എന്റെ മുമ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, മഹാസാഗരം മാതിരിയുള്ള അറിവ് പഠിച്ചു എന്നൊരു തോന്നലുണ്ടാവരുത്. അറിയാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നലേ ഉണ്ടാകാവൂ. ആര് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവരെല്ലാം ഗുരുദേവന്റെ കൃതികളുടെ സന്ദേശങ്ങളുടെ അടുത്തേ വരുന്നുള്ളൂ. ആര് ശ്രമിച്ചാലും ഗുരുദേവന്റെ കൃതികളുടെ സന്ദേശങ്ങളുടെ അടുത്തേ വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അതാവുന്നില്ല. എല്ലാം നിയറർ ടു ദാറ്റ്. അങ്ങനെയാണല്ലോ അല്ലേ? നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. ആപ്പിളിന്റെ ടേസ്റ്റ് എന്താ? ആപ്പിൾ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ? ആപ്പിളിന്റെ ടേസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്ത് നിങ്ങൾ പറഞ്ഞാലും ആപ്പിളിന്റെ ടേസ്റ്റ് ആവില്ല. അതിന്റെ അടുത്തേക്കേ വരുള്ളൂ. ഏലക്കയുടെ ടേസ്റ്റ് മാതിരിയാണോ ആപ്പിളിന്റെ ടേസ്റ്റ്? ഏലക്കയുടെ ടേസ്റ്റ് മാതിരി. പൈനാപ്പിളിന്റെ ടേസ്റ്റ് മാതിരിയാണോ? അല്ല. ഏത്തപ്പഴത്തിന്റെ ടേസ്റ്റ് മാതിരിയാണോ? അല്ല. ലീച്ചു പഴത്തിന്റെ ടേസ്റ്റ് മാതിരിയാണോ ആപ്പിളിന്റെ ടേസ്റ്റ്? നിങ്ങൾ ഈ ലോകത്തിലുള്ള സകല പഴത്തിന്റെയും പേര് പറയാ, അതെല്ലാം പറഞ്ഞാലും ആപ്പിളിന്റെ ടേസ്റ്റ് ആവില്ല. പിന്നെ ആപ്പിളിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എളുപ്പ വഴിയുണ്ട്. ഒരു കഷ്ണം എടുത്ത് വായിലിടുക. അതാണ് എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവവേദ്യമാകുന്ന അറിവ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ രചനകളിലെ, അല്ലെങ്കിൽ ജീവിതത്തിലെ സംഭവങ്ങളിലെ, അല്ലെങ്കിൽ ഗുരുദേവൻ വായ കൊണ്ട് പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം അനുഭൂതി നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ അതായിത്തീരണം. അത് നമ്മൾക്കകത്തേക്ക് ചെല്ലണം. എന്നിട്ട് അനുഭൂതിയുടെ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവുന്നറിയോ? ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലാവും. എന്താ മനസ്സിലാവുക? ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവും. അതിന് ഋഷീശ്വരന്മാരൊരു വാക്ക് പറയുന്നുണ്ട്. എന്താ? യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. അവസാനത്തെ ആൻസറാ. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. അത് ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു സംസ്കൃത വരിയ ഉപനിഷത്തിലെ. എവിടെ നിന്നാണോ യതോ വാചോ വാക്കുകള് നിവർത്തന്തേ തിരിച്ചു വരുന്നത്, എവിടെ നിന്നാണോ വാക്കുകൾ തിരിച്ചു വരുന്നത്, വാക്കുകൾ തിരിച്ചു വരാൻ കാരണം എന്താ? അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് അതിനെ പ്രാപിക്കാൻ പറ്റണില്ല. ആപ്പിളിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിൽ ആയോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? മനസ്സിൽ ആയി, വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കണില്ല. അപ്പോ മനസ്സിലായി എന്നുള്ളതല്ല, മനസ്സിൽ ആയി. മനസ്സിലായി അല്ല, മനസ്സിൽ ആവണം. ആ ആവുന്ന ലെവല് അനുഭവവേദ്യമായ അറിവ്. അപ്പൊ ഞാൻ ഇത്രയും തുടക്കത്തിൽ പറയാൻ കാരണം, കുറെ സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഗുരുദേവന്റെ സന്ദേശങ്ങള് ഇന്ന് ദൈവദശകം ചൊല്ലിയതുപോലെ ചൊല്ലരുത്. അത്ര ധൃതിയൊന്നും നമുക്കില്ല. സാധാരണ രീതിയിൽ ഞാൻ പറയാറുണ്ട്, ഈ ഋഗ്വേദം അവസാനിക്കുമ്പോഴത്തേക്ക് ഒരു മന്ത്രം ഉണ്ട് അതിനകത്ത്. നല്ലൊരു മന്ത്രം. സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാ ദേവാഭാഗം യദാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന ഓഹവിഷാജുഗോമി സമാനമസ്തു ഓമനോ യദാ ആവസ്സു സഹാസാദി. ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് സംഗച്ഛത്വം
ഗ്ലോറിയസ്ലി ഒരുമിച്ച് മുമ്പോട്ട് പോകാം. സംവാദത്വം, ഓരോ വാക്കും ഒരുമിച്ച് ചൊല്ലാം. ഒരാള് ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ മറ്റയാൾ ആ വരിയുടെ അവസാനത്തിലെത്തി. സംവാദത്വം സംഭോമനാംസി ജാനതാം, ഒരേ മനസ്സ് ഉള്ളവരാകാം. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ, ഈശ്വര പ്രാർത്ഥന നടത്തുമ്പോൾ അത് ഒരേ തരംഗത്തില് ഒരൊറ്റ അബറേഷൻ ഇല്ലാത്ത വാക്കുകളും അക്ഷരങ്ങളും പ്രയോഗിച്ചു കൊണ്ടുവിടാം. മന്ത്രം അഭിമന്ത്രയേവ, ഞാൻ പറയുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നതും ഒരേ രീതിയിലാവണം. അങ്ങനെ സമാനമസ്തു വോ മനോ യഥാവസ്തു സഹാസതി, ഒരേ മനസ്സിൽ പ്രാർത്ഥിക്കണം. അതേ പ്രാർത്ഥനയാവുന്നുള്ളൂ. പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന. അപ്പൊ വിളക്ക് കത്തിക്കുമ്പോഴും അങ്ങനെ തന്നെയാ വേണ്ടത്, അല്ലാത്ത പ്രാർത്ഥനയ്ക്കും അങ്ങനെ തന്നെയാ വേണ്ടത്. എന്തായാലും 24 മണിക്കൂറുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു 2 മിനിറ്റ് കുറച്ചത് കൊണ്ട് സമയം കൂടുതൽ കിട്ടാനൊന്നും പോകുന്നില്ല. അതിന്റെ ഭാവ രാഗ താളം, ഭാരതം, ഭാവ രാഗ താളത്തോടു കൂടി വേണം പ്രാർത്ഥന ചൊല്ലാൻ. അപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ ഏത് കൃതികള്, ഏത് രചനകൾ പഠിക്കുമ്പോഴും അത് ആവർത്തിക്കുമ്പോഴും അതിലൂടെ കടന്നു പോകണം. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ചില കുട്ടികൾ ജനഗണമന പാടുന്നത് കേട്ടിട്ടുണ്ടോ? വളരെ രസാണ്. ജനഗണമന അതിനായക ജയ ഹേ ഭാരതഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മരാഠ ദ്രാവിഡ വെക്കാം. അത് വല്ലതും ഉൾക്കൊണ്ടിട്ടാണോ? ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല. ചില പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛന്മാരിങ്ങനെ വളരെ സ്പീഡിലാണ് പറയുന്നത്. KPSC ലളിത ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഷീല അഭിനയിക്കുന്നുണ്ട്. അതിൽ അച്ഛനിങ്ങനെ എന്തോ പറയുമ്പോൾ ഷീലയും വേറൊരുത്തിയും തമ്മിൽ ഇങ്ങനെ പള്ളിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമാണ്. അത് കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു, എന്തിനാ മറിയം ഇങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞത് തന്നെയല്ലേ അച്ഛോ പറയുന്നത്, പുതിയതായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇന്നലെ കേട്ടത് തന്നെയല്ലേ ഇന്ന്, ഇത് തന്നെയല്ലേ നാളെയും പറയാൻ പോണം. പിന്നെ ഞങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ എന്താ കുഴപ്പം? അപ്പൊ ഇന്നലെ ചൊല്ലിയ ദൈവദശകമാണ് ഇന്ന് ചൊല്ലുന്നതെങ്കിലും ചൊല്ലുന്നതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകലാണ്. ആപ്പിളിന്റെ സ്വാദ് വിവരിക്കുന്നതിന് പകരം ആപ്പിൾ കഴിച്ചു നോക്കുക. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, മനസ്സിനകത്തേക്ക് കയറാത്തത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. മനസ്സിനകത്തേക്ക് കയറണം. അതുകൊണ്ട് നിങ്ങൾ ഏത് ധർമ്മത്തെക്കുറിച്ചോ പിണ്ടനന്ദിയെക്കുറിച്ചോ ഏതെങ്കിലും ആവട്ടെ, ദർശനമാലയോ ഏതായാലും ഉള്ളിൽ ചെന്ന്, അതാണ് ഞാൻ മനസ്സിലായി എന്ന് പറയരുതെന്ന് പറയുന്നത്. എന്താവണം? മനസ്സിൽ ആകണം. നിർത്തണം ഇടയ്ക്ക്. മനസ്സിൽ ആകണം. അല്ലാതെ മനസ്സിലായോ ഒക്കെ മനസ്സിലായി, ഒരു കുഴപ്പമില്ല. എന്ത് മനസ്സിലായി? സാറ് പറഞ്ഞതൊക്കെ മനസ്സിലായി. പോവാൻ സമയമായി സാർ, KSRTC വണ്ടി 11:45 അടുത്തത്, എന്റെ വീടിന്റെ അടുത്ത് ഇറങ്ങാൻ പറ്റും. അപ്പൊ അത് മനസ്സിലായാൽ പോരാ. മനസ്സിൽ ആയില്ലെങ്കിൽ വാചോ നിവർത്തന്തി, വാക്കുകൾ തിരിച്ചു വരും. കാരണം അറിഞ്ഞൂടാ. അതുകൊണ്ട് ഏത് വാക്കുകള് ഗുരുദേവൻ രചിച്ചത്, പറഞ്ഞത്, അല്ലെങ്കിൽ അനുഭവിപ്പിച്ചു തന്നത് അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇത് തന്നെയാണ് വേദവും പറയുന്നത്. എന്താ വേദം പറയുന്നത്? വേദത്തിന്റെ ഉദ്ദേശം ഒന്ന് മാത്രം, ആധ്യാത്മിക ശാന്തി, ആദിഭൗതിക ശാന്തി, അതിദേവതാ ശാന്തി. ഇത് ഗുരുദേവന്റെ കൃതിയിലുമുണ്ട്. ഒന്ന്, നമ്മളുടെ മനസ്സിനകത്ത് ശാന്തി ഉണ്ടാവാം, നമ്മുടെ ശരീരത്തിൽ ശാന്തി ഉണ്ടാവാം. ആദിഭൗതിക ശാന്തി, നമ്മുടെ കുടുംബത്തിലും നമ്മളുടെ ചുറ്റുപാടുമുള്ളതിലും ശാന്തി ഉണ്ടാവാം. അതിദേവതാ ശാന്തി, പ്രപഞ്ചത്തിൽ ശാന്തി ഉണ്ടാവാം. അതുകൊണ്ടാണ് ഓം ശാന്തി 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 എന്ന് നമ്മൾ പറയാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഓം ശാന്തി ശാന്തി എന്ന് പറയാറുണ്ട്. അവസാനിപ്പിക്കുമ്പോഴും ചിലപ്പോൾ പറയാറുണ്ട്. എന്തിനാത്? അൾട്ടിമേറ്റ് എയിം ഓഫ് എവറി മന്ത്ര, എല്ലാ മന്ത്രത്തിന്റെയും പരമമായ ലക്ഷ്യം ഉടലോടുകൂടി നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകലല്ല. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ്. ഗുരുദേവനത് വളരെ കൃത്യമായിട്ട് പറയുന്നു.
ധന്യമായ ലോകത്തിലെ ജീവിതമാണ് ധന്യമാക്കേണ്ടത്. എന്ത് രസമായിട്ടാ മഹാകവി ഉള്ളൂര് പറഞ്ഞത്, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അപ്പൊ നരകവും സ്വർഗവും ഈശ്വരൻ ഉണ്ടാക്കി, ആ ഈശ്വരനെ നമ്മൾ സ്തുതിച്ച് മസാല ദോശയൊക്കെ കൊടുത്ത് പാൽപ്പായസമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് ഗോപാലകൃഷ്ണൻ തറക്കേടില്ലാത്ത പാർട്ടിയാണ്, അയാൾക്ക് സ്വർഗം കൊടുക്കണം എന്ന് തോന്നി ഈശ്വരൻ എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ 5 ലിറ്റർ പാൽപ്പായസം കൊടുത്തു, നിങ്ങളിൽ ഒരാൾ 10 ലിറ്റർ പാൽപ്പായസം കൊടുത്തു. ആരാ ആദ്യം സ്വർഗത്തിലേക്ക് പോവാ? ആരാ പോവാ? 10 ലിറ്റർ കൊടുത്തവൻ പോവും. അപ്പൊ മറ്റേവൻ 15 കൊടുത്താലോ? അപ്പൊ ആർക്കാ കൺഫ്യൂഷൻ ഉണ്ടാവുക? ഈ ദൈവത്തിന് നിങ്ങൾക്ക് സ്വർഗം നൽകലും ജോലിയില്ല, നരകം നൽകലും ജോലിയില്ല. വ്യാവഹാരിക തലത്തിൽ ഇതെല്ലാം ഉണ്ട്, പാരമാർത്ഥിക തലത്തില് ഇതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഗുരുദേവൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. അവിടെ നിന്ന ഗുരുദേവന്റെ ചിന്താധാരകളിലേക്ക് കടക്കേണ്ടത്. അതിഗഹനമായ വേദങ്ങള് വളരെ വിരൂപമായിട്ട് മാക്സ് മുള്ളർ വിവർത്തനം ചെയ്തു. മാക്സ് മുള്ളർ വിവർത്തനം ചെയ്ത് ഒരു ആദ്യത്തെ അധ്യായം വിവർത്തനം ചെയ്ത് കുറെ ബ്രാഹ്മണർ വേദപണ്ഡിതരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ വേദത്തെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അവര് മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോ ഒരധ്യായം, 64 അധ്യായത്തിലെ ഒരധ്യായം വിവർത്തനം ചെയ്ത് കഴിഞ്ഞപ്പോ ആ വേദപണ്ഡിതര് തിരിച്ചു പറഞ്ഞു, ഇതല്ല യഥാർത്ഥത്തിൽ വേദത്തിന്റെ അർത്ഥം, പക്ഷെ തറക്കേടില്ല, അതും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അർത്ഥം മനസ്സിലായോ? എന്താ ഉദ്ദേശിച്ചത്? അന്ന് മെക്കോളെ പ്രഭു മാക്സ് മുള്ളറെ വിളിച്ച് ഭാരതത്തിന്റെ സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ എളുപ്പ വഴി വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഹിന്ദുക്കളുടെ കയ്യിൽ കൊടുത്താൽ ഇത്രയും അബദ്ധമുള്ള ഗ്രന്ഥമാണോ വേദം എന്ന് അവര് മനസ്സിലാക്കി അവര് വേദത്തെ ത്യജിക്കും. അവിടെ നമുക്ക് ബൈബിള് നിറയ്ക്കാം. ഇതാണ് മെക്കോളെ പ്രഭു എഴുതി കൊടുത്തത് മാക്സ് മുള്ളർക്ക്. അതുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തത്. അപ്പോ വേദപണ്ഡിതരെന്താ പറഞ്ഞത്? അതും ഉണ്ട്. വേദപണ്ഡിതർ പറഞ്ഞത് അതും ഇരുന്നോട്ടെ. നമ്മളും ഓർമ്മിക്കണം, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണോ എന്നുള്ളിലാവണോ. ഇതിനെക്കുറിച്ചാണ് ചെമ്പഴന്തിയിലും വർക്കലയിലും ചർച്ച. ഈ ഒരക്ഷരത്തിന്റെ പ്രൊനൗൺസിയേഷനിലാണ് നമ്മൾ കയറി പിടിച്ചിരിക്കുന്നത്. അതേപോലെ ഗുരുദേവൻ 27 ക്ഷേത്രം ഉണ്ടാക്കിയോ, അല്ല ശിഷ്യന്മാരും കൂടി ചേർത്ത് 41 ക്ഷേത്രം ഉണ്ടാക്കിയോ, അതല്ല മലയാള മനോരമ എഴുതിയ മാതിരി 51 ക്ഷേത്രം ഉണ്ടാക്കിയോ. ഗുരുദേവൻ 51 ഉണ്ടാക്കാൻ സാധ്യതയില്ല. പിന്നെ ഈ നമ്പറിൽ കയറിയായി പിടുത്തം. ഈ നമ്പർ എത്രയായാൽ നമുക്കെന്താ? എന്നുള്ളിലാവണം, ആയിക്കോട്ടെ എന്നുള്ളിലാവണം, എന്നുള്ളിലാവണം, ആയിക്കോട്ടെ എന്നുള്ളിലാവണം. ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഗുരുദേവൻ പറഞ്ഞ അറിയിച്ച എല്ലാ സന്ദേശങ്ങളുടെയും അർത്ഥം സത്യം ബ്രഹ്മ. വ്യാവഹാരിക സത്യത്തില് ഗുരുദേവൻ നൽകിയിരിക്കുന്നതെല്ലാം എനിക്കും നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ്.